നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപമാനിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അവളെ നമുക്ക് അപമാനിക്കണം. നമ്മുടെ അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും അവൾക്ക് മടങ്ങി വരാൻ സാധിക്കില്ലെന്ന് അവളെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അതിനാണ് ഈ ആഡംബരമൊക്കെ. അത് വേണം. അതെന്തായാലും നന്നായി. ഇനി അങ്ങോട്ട് അവന്റെ അവളുടെ തകർച്ച തന്നെ അമ്മേ. നമ്മുടെ പുതിയ ബിസിനസിന്റെ ലാഭം കൂടി അവരറിയുമ്പോ അവറ്റകള് പൂർണ്ണമായും തകരും. ഇനി നമുക്ക് വച്ചടി കയറ്റല്ലേ? വിനയ്, ആ എന്താടി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വിനയ് ഒന്ന് വരൂ. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താം. നിന്നോടൊപ്പം ഞാൻ വരാനോ? അതിനെ വേറെ ആളെ നോക്കണം. അല്ല, ഞാനെന്തിന് നിന്റെ കൂടെ വരണം? വിനയ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ നമ്മൾ ഒരുമിച്ച് ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓ, റിയയോടൊപ്പം കൂടി നമ്മുടെ ഭാവി വിനയ് വിസ്മരിക്കരുത്. റിയയെ ഒപ്പം കൂട്ടിയതിൽ നിനക്കെന്താ? എനിക്കും നിനക്കും തമ്മില് ഇനി അങ്ങോട്ടൊരു ഭാവി ഇല്ല. എന്റെ ഭാവി റിയയോടൊപ്പം. ഇവളിവിടെ വന്നിരിക്കുന്നതേ എന്റെ നന്മയ്ക്ക് വേണ്ടിയാ, ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ എന്നും എപ്പോഴും റിയയോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ പൂജയില് ഞാനും ഇവിടെ ഒരുമിച്ച് പങ്കെടുക്കും. നീ നിന്റെ വഴി നോക്കി പോടി. വിനയ്, ഈ റിയ എന്നും ഒപ്പം ഉണ്ടാവൂന്ന് കരുതുന്നതേ മിഥ്യാധാരണയാ. റിയ എത്ര വിനയോടൊപ്പം ചേർന്ന് നിന്നാലും ഒരു ദിവസം ഇവൾക്ക് ഈ വീട് വിട്ടു പോയേ മതിയാവൂ. ഇവള് നിങ്ങളെ ഉപേക്ഷിച്ചു പോവും. അന്ന് നിങ്ങളോടൊപ്പം ഞാൻ മാത്രമേ ഉണ്ടാവൂ. അത് മറക്കണ്ട. ഇവളാണോ ഞാനാണോ വിനയുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതെന്ന് കാലം നിങ്ങൾക്ക് കാണിച്ചു തരും. കാത്തിരുന്നോ? ശരി ശരി, കാണാം. മോളെ, അതെ, നീ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട. എടാ, ഗാർഗി ഒരു വാ പോയ കോടാലിയല്ലേ. അവളെ അങ്ങനെ കണ്ടാ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർവതിയാണ്. ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് പാർവതി എന്തോ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയണം. അവളുടെ നീക്കങ്ങളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കണം. ആന്റി, പാർവതിയെ ഈ വീട്ടിൽ നിന്ന് അകറ്റിയത് ഒരു തരത്തിൽ അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ നീക്കങ്ങൾ ഈസി ആയിട്ട് കണ്ടെത്താമായിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാ, വിശ്വനാഥൻ കോളനിയിൽ നിന്ന് തന്നെയാണ് അവൾക്ക് ആ സമ്മാനം ലഭിക്കാൻ പോകുന്നത്. ചിലപ്പോ ആ സമ്മാനം പ്രതീക്ഷിച്ച് തന്നെയാവും അവൾ ഈ വീട്ടിൽ നിന്ന് കോളനിയിലേക്ക് പോയത്. അല്ല, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയും? വിനയ്, ഞാൻ ചില ഓപ്പറേഷൻസ് കോളനിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോളനി മൊത്തം ഇപ്പോ നമ്മുടെ കൺട്രോളിൽ തന്നെയുള്ളത്. എങ്കിലും അവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് CCTV ക്യാമറകൾ ഫിക്സ് ചെയ്യണം. അങ്ങനെ ക്യാമറ ഫിക്സ് ചെയ്താൽ അവിടെ നടക്കുന്ന സകല ചലനങ്ങളും നമുക്ക് നിരീക്ഷിക്കാം. ഇനി അഥവാ ഇതിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ഈ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് കോളനിയുടെ സംരക്ഷണത്തിനാണെന്നങ്ങ് പറയണം. ആ, അത് കൊള്ളാം. ഇത് നല്ല ഐഡിയ തന്നെയാ. എന്നാൽ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ വേഗം തന്നെ ചെയ്തോളൂ. ശരി ആന്റി.
കഴിഞ്ഞോ? പൂജ കഴിഞ്ഞു. പാർവതിയും വിശാലും തിരികെ പോവുകയും ചെയ്തു. അതിന് പാർവതിയും വിശാലും വന്നിരുന്നോ? അവര് വന്നിരുന്നു, അതല്ലേ പറഞ്ഞത്. എന്നിട്ട് കോളനിയില് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് താമസമെങ്കിലും അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. എന്താ അറിയാ, എന്ത് അഹങ്കാരമാ അവൾ അവിടെ കാണിച്ചത്? അവൾ ഇപ്പോഴും പറയാ ഈ വീട് അവളുടേതാണെന്ന്. ഈ വീട് അതിന് ഇതെങ്ങനെയാ അവളുടേതാവുന്നേ? ഇത് എന്റെ വീടല്ലേ? ഇത് ആന്റിക്ക് അവള് ഭിക്ഷ തന്നാണെന്ന്. ഭിക്ഷയോ? ആ, അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് നീ അതങ്ങ് കേട്ടു നിന്നു അല്ലേ? അവളുടെ കാരണം പുകച്ചൊന്ന് കൊടുത്തുകൂടായിരുന്നോ? അത് ഇവിടെ നിന്നും ഒന്നും നീ എടുക്കരുത്, കേട്ടോടി ദരിദ്രവാസി. എന്നെ ചട്ടം പഠിപ്പിക്കാൻ നിൽക്കരുത് നീ. എന്നിട്ട് നീ അവൾക്ക് കണക്കിന് കൊടുത്തില്ലെറിയാ? ഞാൻ അവക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട് ആന്റി. പ്രസാദോ? വെറും പ്രസാദമല്ല, ഗർഭ അലസിപ്പിക്കുന്ന വിഷം കലർത്തിയ പ്രസാദം. ഉദയന്നൂരമ്മയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ ഞാൻ അവക്കത് കൊടുത്തത്. അതുകൊണ്ട് ഒരിക്കലും അവളത് ഉപേക്ഷിക്കില്ല. വീട്ടിലെത്തിയിട്ട് അവളത് കഴിക്കും. അതോടെ അവളുടെ വയറ്റിലുണ്ടായ ജീവന്റെ തുടിപ്പ് എന്നേക്കുമായി നിലയ്ക്കും. പ്രാണൻ പോകുന്ന വേദനയോടെ പാർവതി അവള് കനവ് കണ്ട ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് അറിഞ്ഞ് കരയും. നീ എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ലറിയാ. മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. വാ. മിടുക്കി. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.